നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞാനിവിടുത്തെ ഒരു അന്തേവാസിയായിരുന്നു. പത്തനാപുരം ഗാന്ധി ഭവനിൽ അതുപോലൊരു ആകസ്മിക യാത്രയായിരുന്നു. ഞാൻ ഓമനിച്ചു വളർത്തിയ എൻ്റെ മകൾ പോലും ഇന്ന് എനിക്ക് തന്നെയാ. ആഭാസനാണ്, കള്ളുകൂടിയനാണ്, പെണ്ണുകൂടിയനാണ് എന്നൊക്കെ ഒരു അമ്മ ഒരു മകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ വിശ്വസിക്കും. ക്യാൻസറാണെന്ന് അറിഞ്ഞ് ഞാൻ കീമോ എടുത്ത് ഞാൻ കിടക്കുമ്പോൾ പുള്ളിക്കാരത്തി അവിടെ ഇറങ്ങിപ്പോയതാണ്. എന്നോട് യാത്ര പോലും ചോദിക്കാതെ എന്നാ പറഞ്ഞു രാവാൻ കിടക്കുന്ന അങ്ങനെ ഞാനെന്തിനാ കാണുന്നത്. ഓമനിച്ച് വളർത്തിയ, നെഞ്ചത്തിട്ട് വളർത്തിയ മോള് നമ്മളോടൊന്നും മിണ്ടാതിരിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ ദുഃഖം തോന്നും. പക്ഷെ അല്ലെങ്കിൽ ഈ അനാഥരെയൊക്കെ ആർക്ക് വേണം? സ്വത്തും പണവും ഉണ്ടെങ്കിൽ 100 പേര്, ഇല്ലാത്തവരെ പിന്നെ ആർക്കാ വേണ്ടത്? നമസ്കാരം. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് സിനിമ നടനായ കൊല്ലം തുളസി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ. അദ്ദേഹം ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഓമനിച്ച് വളർത്തിയ മകൾ പോലും സംരക്ഷിക്കാത്ത, ഭാര്യ നോക്കാത്ത, വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്? ആരാണ് ഈ കൊല്ലം തുളസി? എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതം? നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. ഈ പത്തനാപുരം ഗാന്ധി ഭവനിലെ യാദൃച്ഛികമായി സംഭവിച്ചാണോ? അതെന്താ അങ്ങനെ തുറന്നു പറയാൻ കാര്യം? അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പലതും ആകസ്മികമായിട്ടാണ് സംഭവിക്കുന്നത്. പത്തനാപുരം ഗാന്ധി ഭവനിൽ അതുപോലൊരു ആകസ്മിക യാത്രയായിരുന്നു. ഇത് വൈറലായ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും അന്നവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു നടി അവിടെ ഉണ്ടായിരുന്നു. ഇത് അന്തേവാസിയാണ്. അദ്ദേഹവും ലൗലി എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ മാതാവിനോടൊപ്പം അവിടെ കിടക്കുകയാണ്. അവരെ കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ ചിന്തയിലേക്ക് പലതും വന്നു. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആയിരുന്നു ഈ അമ്മയും അമ്മൂമ്മയും. അമ്മയെ കൊണ്ട് എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരാനാണ് ലൗലിയോട് പറഞ്ഞത്. അപ്പോൾ അവർ ആ കഥ പറഞ്ഞപ്പോൾ ഞാൻ എന്നിലേക്കൊന്ന് മടങ്ങി. ഏകദേശം എൻ്റെയും കഥ അങ്ങനെയൊക്കെ തന്നെ. എൻ്റെ ഒരു നല്ല കാലത്ത് എനിക്ക് പാകമല്ലാത്ത ഒരു ബെൽറ്റ് എടുത്ത് ഞാൻ ധരിച്ചു. അത് ബുദ്ധിമുട്ട് പോലെ തോന്നി. അവർക്ക് എന്നെ സഹിക്കാൻ വയ്യാതായിരിക്കാം, അവരെന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. എനിക്കുള്ള വിഷമം എൻ്റെ മകൾ വരെ എന്നിൽ നിന്ന് അകറ്റി എന്നുള്ളതായി. എടുത്തു പറയത്തക്ക ഒരു കുറ്റം ഞാനിതുവരെ കണ്ടിട്ടില്ല. എന്നെക്കുറിച്ച് ഞാൻ ഒരുപക്ഷെ അഭിമാനത്തോടുകൂടി പറയും. കാര്യം ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടായിരിക്കേണ്ടവനാണ് കലാകാരന്മാരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതത്രം മൂല്യങ്ങളെ ഞാൻ എപ്പോഴും ഉയർത്തിപ്പിടിക്കാറുണ്ട്. മാത്രമല്ല എൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു സംസ്കൃത അധ്യാപകനും ഒരു കവിയും ഒരു നല്ല മനുഷ്യനുമായിരുന്നു എന്ന് ഞങ്ങൾ പറയും. കാര്യം അച്ഛൻ്റെ ശിഷ്യന്മാരാണ് നമ്മുടെ സ്ഥലത്ത് കൂടുതൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് തെറ്റായ രീതിയിൽ കൂടെ സഞ്ചരിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരവസ്ഥ, ബാക്ക്ഗ്രൗണ്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ നിൽക്കുമ്പോഴാണ് അവിടെ ഈ ലൗലിയുടെ കഥ കേട്ടപ്പോഴാണ് ഞാൻ എന്നിലേക്കൊന്ന് മടങ്ങി അത് വിളിച്ചു പറയാൻ തുടങ്ങി. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രതികരിക്കേണ്ടതാണ്. പ്രതികരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ജീവിതങ്ങൾ നിങ്ങൾ കാണുന്നതൊന്നും ശരിയല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല, വെളുത്തതെല്ലാം പാലല്ല, ഈ കാണുന്ന ഗ്ലാമറൊന്നും ഗ്ലാമറല്ല. അതിന് പിന്നിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഒടിക്കൊമ്പിലിരിക്കുന്ന കിളികളെപ്പോലെ ആകണം എന്ന് മാതാ അമൃതാനന്ദ അമ്മ പറയാറുണ്ട്. ഒടിഞ്ഞ കൊമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ളൊരു തോന്നൽ നമ്മൾ എപ്പോഴും ഉണ്ടായാൽ പറക്കാൻ റെഡിയാവും, അല്ലെങ്കിൽ ആ കൊമ്പൊടിയും താഴെ പോകും. അതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മരിക്കാൻ എപ്പോഴും തയ്യാറായിട്ടിരിക്കുക. എനിക്ക് ക്യാൻസർ വന്നിട്ട് 13 വർഷമായി. ഒരുപക്ഷേ 13 വർഷമായിട്ടും ക്യാൻസർ വന്നിട്ടും ഇതുപോലെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങൾ കുറവായിരിക്കാം. അത് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് തന്നെയാണ് ഞാനിരിക്കുന്നത്. ഞാനെപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്, എനിക്ക് ക്യാൻസർ വന്ന ആളാണ്, 77 വയസ്സായി, ഇനിയിപ്പം കൂടിപ്പോയാൽ 10, 20, 25 കൊല്ലം കൂടെ ഇരിക്കത്തുള്ളൂ തമാശയായിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുന്നവർക്കൊരു തമാശ തോന്നും. 25 വർഷം വേണോ? ഞാൻ പറയും വേണ്ട, ചോദിച്ചാൽ കുറച്ചെങ്കിലും ദൈവം തരട്ടെ, നിങ്ങളുടെ നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഞാൻ ജീവിക്കുന്നു. എപ്പോഴും മരിക്കാതിരിക്കാം. മരണത്തിന് പ്രത്യേക കാരണമൊന്നും വേണ്ട, നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനൊരു തമാശകൾ പറഞ്ഞു ഉണ്ടാക്കിയും ആണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ്. ഈ ക്യാൻസർ വന്നത് ഏത് വർഷമാണ്? 2012. ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത്? എൻ്റെ ഈ ഭാഗത്തൊരു മുഴ കണ്ടായിരുന്നു. അത് ഞാനും തിലകച്ചേട്ടനുള്ള ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് കുട്ടിത്താനത്ത് പോയപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പോയി തിരിച്ച് വരുമ്പോൾ അതിന് മുമ്പിലൊരു പാറക്കുളമുണ്ട്. ഈ പാറ പഴിച്ചുണ്ടാക്കിയ കുളം. ആ കുളത്തിൽ 4 ആളുകൾ കൂടി നിൽക്കുകയാണ് ഈ വന്ന വഴിയിൽ.
വന്ന വഴിയിൽ നമ്മുടെ ഈ ലോഡ്ജിനോട് ചേർന്ന് തന്നെ അവരുടെ തന്നെ കുളമാണിത്. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ കണ്ടുപിരിഞ്ഞ ഫൈറ്റർമാരിൽ ഒരാൾ അതിനകത്ത് വീണ് മരിച്ചു എന്നൊരു കഥ കേട്ടു. അപ്പോൾ അയാളെ വീണ് മരിച്ച അയാൾ ഈ ഭയങ്കര ഡെൻസിറ്റിയുള്ള വെള്ളമാണ്. അതിനകത്ത് മുങ്ങിപ്പോയപ്പോഴും പിന്നെ പൊങ്ങിയില്ല. പുള്ളി സാധാരണ കയറി ഇതൊന്നും പൊങ്ങിയില്ല. പിന്നെ അവസാനം വൈകിട്ടാണ് പ്രേതം എടുക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തയായിരിക്കുക. രാത്രി കിടന്ന് ചിന്തിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ ഹാർട്ടിന് താഴെയായിട്ട് ഈ പ്ലീഹായിരിക്കുന്ന സ്ഥലമുണ്ട്, പ്ലീന്. അവിടെ ഒരു മുഴ കണ്ട്. ആ മുഴ വന്നപ്പോൾ എനിക്ക് തോന്നി ക്യാൻസറാണ്. അല്ല, അങ്ങനെ തോന്നി കണ്ടല്ല, ഞാൻ തടവിയപ്പോൾ എനിക്ക് കിട്ടി. തടവിയപ്പോൾ കണ്ടു. അപ്പോൾ നമ്മുടെ പരിമിതമായ വിവരക്കേട് കൊണ്ട് നമ്മൾ വിചാരിച്ചത് ക്യാൻസറാണെന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ ശ്രീനാഥ് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചു. അത് അതിൻ്റെ കുഴപ്പമില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു മുഴ കണ്ടു ഈ ഭാഗത്ത്. അത് തപ്പിയിട്ട് ഇത് ക്യാൻസർ. ഞാൻ ക്യാൻസറാണോ അത്? ഈസി ആയിട്ട് അല്ല നോക്കാൻ നമുക്കെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി ബയോപ്സിക്ക് അയച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി, എനിക്ക് ക്യാൻസറാണ്. ഞാൻ ആദ്യമേ ഒന്ന് ഞെട്ടി. അപ്പോൾ ഞാൻ 1-2 സീരിയൽ ചെയ്യുന്നു. ഷാജി കൈലാസിൻ്റെ പടത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ക്യാൻസർ രോഗിയായിക്കഴിഞ്ഞാൽ, അല്ല എന്നാ ക്യാൻസർ ആയിരുന്നു? നോൺ ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയും. ലിംഫോമയായിരുന്നു, NHL എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയ അപകടകാരിയല്ല, പക്ഷേ എൻ്റെ 4th സ്റ്റേജിലായിപ്പോയി. 4th സ്റ്റേജ് ആയി. അപ്പോൾ പിന്നെ കീമോ എടുത്തു. കീമോ റേഡിയേഷൻ എടുത്തു. 21 ദിവസം. വേറെ കീമോ മാത്രമേ ഉള്ളായിരുന്നു. കീമോയും മരുന്നൊക്കെ ഉണ്ട്. അത് 21 ദിവസം കൂടുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു. എവിടെയായിരുന്നു ചികിത്സ? RCCയിലായിരുന്നു. അപ്പോൾ അന്ന് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ പോയി. അങ്ങനെ അവസാനം പാപ്പരായി. ഈ പെൻഷൻ കൊണ്ട് ജീവിക്കേണ്ടി വന്നു. ഈ സമയത്താണോ ഈ ആരും നോക്കാനില്ല? അന്ന് ഭാര്യയും പിള്ളേരും മോളുള്ള കൂടെ സമയമാണ്? ഇല്ല, മോളന്നും ജോലിയായിട്ട് അന്ന് ബാംഗ്ലൂരോ മറ്റാണ് പോയിരുന്നു. ഭാര്യ കൂടെ ഉണ്ട്. പിന്നെ ഈ ക്യാൻസറാണെന്ന് അറിഞ്ഞ് ഞാൻ കീമോ എടുത്തു തുടങ്ങി. 2 കീമോ എടുത്ത് ഞാൻ ബെഡിൽ കുനിഞ്ഞു, അല്ല ഇങ്ങനെ എന്താണ് കുനിഞ്ഞ് കിടക്കുമ്പോൾ പുള്ളിക്കാരത്തി അവിടെ ഇറങ്ങിപ്പോയതാണ്. എന്നാ എന്നോട് യാത്ര പോലും ചോദിക്കാതെ എന്നാ പറഞ്ഞു? അല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു എന്നെ കണ്ടിട്ട് വന്ന് പറയുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ജോലിക്കാരോട് പറഞ്ഞു പിന്നെ ഞാൻ പോവുക. അപ്പോൾ ജോലിക്കാർ ചോദിച്ചു, സാറിനെ കണ്ടോ? എന്തിനാണ് ഞാൻ അങ്ങനെ ചാവാൻ കിടക്കുന്ന അങ്ങനെ ഞാൻ എന്തിനാണ് കാണുന്നത് എന്നൊരു കമൻറ്റും പറഞ്ഞുകൊണ്ട് പോയത്. ആ പോക്ക് പോയി. ഉടനെ ചാവുന്നായിരുന്നു തോന്നൽ. അപ്പം ക്യാൻസർ ഇല്ല, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നാണല്ലോ പൊതുവിൽ പറയുന്നത്. കുറച്ചാൾ അപ്പം നോക്കാൻ വയ്യാത്തതുകൊണ്ട് പോയി അതെന്തോ എനിക്കറിഞ്ഞൂടാ. ഒരു മാനസികാവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. അതൊരു നിങ്ങൾ തമ്മിൽ പ്രശ്നം ആ സമയത്തുണ്ടോ? ഉണ്ട്. ഞങ്ങൾ തമ്മിൽ പ്രശ്നം മാനസികമായ ഒരു ഐക്യമില്ലാതെ വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ഭദ്രത പോയി. അത് പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് വലിയശാലയാണ് താമസം? അവിടെ വലിയശാലാണ് അവിടെ തന്നെ. അല്ല, ഈ കല്യാണം എന്നായിരുന്നു? കല്യാണം 1979 79. സിനിമയിലൊക്കെ വരുന്ന അതിന് ശേഷമാണ് ഞാൻ വന്നത്. ഈ പുള്ളിക്കാർത്തിക്ക് 2 മക്കളുണ്ടായിരുന്നു മുൻപ്. അതെന്താ അങ്ങനെ കല്യാണം കഴിച്ച? അങ്ങയുടെ ആദ്യത്തെ കല്യാണമല്ലേ? എൻ്റെ ആദ്യത്തെ കല്യാണമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനിപ്പോഴും അതിശയിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട് എന്താ എനിക്ക് ഇങ്ങനെ പറ്റിയത്. പലരുണ്ട് നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പറ്റിയത്? ഭർത്താവ് അവരുടെ മരിച്ചതായിരുന്നു? മരിച്ചതായിരുന്നു. അവർ തൃശ്ശൂരുള്ളതാണ്. അവിടുത്തെ ഒരു വഴി പല. അപ്പോൾ മക്കൾക്ക് എന്നാ പ്രായം ഉണ്ടായിരുന്നു? മൂത്തവന് 14, ഇളയവന് 7. മക്കളെ പെർമിഷൻ മേടിച്ചുകൊണ്ട് ഭാര്യയെ കിട്ടുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും ഒരു പക്ഷേ. അങ്ങനെ എന്നിട്ട് ആ പിള്ളേരുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, പിള്ളേരുമായിട്ട് ബന്ധം. പിള്ളേർക്കെല്ലാം എന്നോട് വലിയ ഇഷ്ടം. പക്ഷേ മൂത്തമ്മ മരിച്ചുപോയി. ഓ, അതാണ് ഒരു സിനിമയിലുണ്ടായിരുന്നു, അനിൽ എന്ന് പറയും. അവർ ആ പയ്യനെങ്ങനെ മരിച്ചത്? ക്യാൻസറായിരുന്നു. ക്യാൻസർ? അത് എവിടെയോ മണാലി എന്ന സ്ഥലം, മണാലി, അവിടെ വെച്ചാണ് ക്യാൻസറായത്. മരിച്ചു. അവർ അജ്ഞാത പ്രേതം പോലെ അവിടെ. അങ്ങനെ അവന് യാത്ര പോയതാണോ? അല്ല, പുള്ളി അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ഫിഗറാണ്. അത് വേറൊരു ടൈപ്പാണ്. അത് ഈ ജിപ്സിയുടെ കൂട്ടം ഇങ്ങനെ കറങ്ങി നടക്കും. ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടും, അതുമായിട്ട് പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരു ബോയ് ഫ്രണ്ട് കിട്ടും. അങ്ങനെയൊക്കെ പോകുന്ന ഒരു അടിച്ചുപൊളി ജീവിതമായിരുന്നു. നല്ലവനുമായിരുന്നു. സിനിമ 2 സിനിമ 3-4 എടുത്ത് വെച്ചു. ഒരു വില്ലനായിരുന്നു അല്ലേ? ഏഴരക്കൂട്ടം, പിന്നെ ഹൈവേ, കട, തുമ്പോലാർച്ച കട, അങ്ങനെ 3-4 പടത്തിൽ നല്ല വേഷമായിരുന്നു. രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ കാലം അദ്ദേഹത്തെ വിളിച്ചു. മറ്റേ ആൾ അതുപോലെ പഠിച്ച് അയാൾ പിന്നെ ഖത്തറിലാണ്. നമുക്ക് കണക്ഷനുണ്ടോ? കണക്ഷനൊന്നുമില്ല. അപ്പോൾ ഭാര്യ പോയതിന് ശേഷം തിരിച്ച് വന്നിട്ടില്ല? ഒറ്റയ്ക്കാണ് പിന്നെ ജീവിതം? പിന്നെ ഒറ്റയ്ക്കാണ്. മകളെ പിന്നെ കല്യാണം മകളുടെ ആയി കഴിഞ്ഞാണ് നടക്കുന്നത്? മകൾ അതിന് മുമ്പേ ആയിരുന്നു. മകളൊക്കെ ആദ്യം ക്യാൻസറിന് മുമ്പേ മകളെ കഴിഞ്ഞു. കഴിഞ്ഞു. പിന്നെ മകളുമായിട്ടും കണക്ഷൻ ഇല്ലാതെ പോയി? ഇല്ല, അതായത് ഈ മകളെ ഇവർ ഓരോന്ന് പറഞ്ഞ്
മിസ്ലീഡ് ചെയ്ത് ഞാൻ ഇങ്ങനെ ആഭാസനാണ്, കള്ളുകൂടിയനാണ്, പെണ്ണുകൂടിയനാണ് എന്നൊക്കെ ഒരു അമ്മ ഒരു മകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ വിശ്വസിക്കും. അമ്മമാരുമായിട്ടാണല്ലോ ഈ 10 മാസം ചുവന്ന ഒരു അക്കൗണ്ട് അവരെപ്പോഴും പറയുന്നത്. അതെ, ഈ 10 മാസം മാത്രമേ അവർ ചുവന്നുള്ളൂ, ബാക്കിയെല്ലാം ചുമക്കുന്നത് അച്ഛന്മാരാണ്. ആ അച്ഛന്മാരെ കുറിച്ചൊരു പരിഗണനയൊന്നുമില്ല, ഓർക്കാറില്ല, മക്കൾ പോലും ഓർക്കാറില്ല. കല്യാണം കഴിച്ച് അയച്ചാൽ അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് കാര്യത്തുള്ളൂ, അച്ഛനന്തരം മാറിയിരിക്കുകയായിരിക്കും. അപ്പം മകൾ ചോദിക്കും അങ്ങേരെ അത് അച്ഛനെവിടെ, അത് അങ്ങേരെ അപ്പുറത്തെ കണ്ട് മാറിയിരുന്നു, അപ്പോൾ മാറിപ്പോയി കാണും, നീ പോകാൻ നോക്ക്. കാര്യം അങ്ങേരെന്ന് പറഞ്ഞാലും പന്തലുകാരനോ അല്ലെങ്കിൽ സ്വർണ്ണക്കടക്കാരനോ കാശ് കൊടുക്കുന്ന എവിടുന്ന് മേടിക്കുന്ന നമ്മൾ ചിന്തയിലാണ്, അതാരും അറിയുന്നില്ല. അച്ഛന്മാരുടെ ദുഃഖങ്ങളൊരു അറിയാത്ത ഭാര്യമാരും മക്കളുമാരും ഒക്കെയാണ് ഇന്നത്തെ ഒരു 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 പ്രതിരൂപങ്ങൾ എന്ന് ഞാൻ പറയാം. അങ്ങനെ അതായത് അങ്ങനെ പൂർണ്ണമായും തിരസ്കരിക്കപ്പെട്ടിരുന്ന ഭാര്യയും മകളും ഉപേക്ഷിച്ച അവസ്ഥയിലേക്ക് മാറി പിന്നീട്. പൂർണ്ണമായി എനിക്കതിപ്പോഴും അജ്ഞാതമാണ്. ഒരുപക്ഷെ അവർ ഞാൻ രോഗിയായിട്ട് മാറി, ഇനി എന്നിൽ നിന്നും വലിയ ഇതൊന്നുമില്ല, മരിക്കേണ്ട, എന്തിനാ ഞാൻ കൂടെ ഒന്ന് മരിക്കണ്ടേ എന്ന് ആലോചിച്ചായിരിക്കും അവർ പോയത്. മോള് ഇപ്പോഴും എന്നോട് ഞാൻ വിളിച്ച ഫോൺ എടുക്കത്തില്ല. അത് എന്ത് ദ്രോഹം ചെയ്തിട്ടുള്ളത്? ഞാൻ അറിയാതെ ഒരു ദ്രോഹം ചെയ്ത 1-2 കല്യാണം അവരുടെ കഴിഞ്ഞു, മോള്. അപ്പോൾ എന്താണെന്ന് എനിക്കിപ്പോഴും അജ്ഞാതമാണ്. എന്താണ് അവരുടെ മനസ്സിലെ വികാരങ്ങൾ? ഒരുപക്ഷെ ഞാൻ അവർക്ക് അനഭിമതനായിരിക്കാം. വിഷമമില്ലേ മോൾ അങ്ങനെ ആയതിൽ? വളരെ ദുഃഖമുണ്ട്. അത് ഓമനിച്ച് വളർത്തിയ, നെഞ്ചത്തിട്ട് വളർത്തിയ മോള് നമ്മളോടൊന്നും മിണ്ടാതിരിക്കാനും ഒക്കെ ചെയ്യുമ്പോൾ ദുഃഖം തോന്നും. പക്ഷേ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന ഒരു കാര്യമാണ്, ആ പേജ് ഞാനങ്ങ് വലിച്ചു കീറിയെന്ന്. അത് പിന്നെ ആ പേജ് അവിടെ വെച്ചിരുന്നാലല്ലേ കുഴപ്പം, വലിച്ചു കീറി കളയും. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, ഒറ്റയ്ക്ക് കഴിക്കുന്നവരോടെല്ലാം ഹാപ്പിയാണ്. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു വിവാഹം കഴിക്കാൻ പോവാണ്, 2 കുട്ടികളുടെ അമ്മ. നമ്മൾ ഒരു കാലത്തും എൻ്റെ കൊച്ചു കുട്ടി കഴിക്കല്ലേ, ഇതുകൊണ്ടങ്ങ് ജീവിച്ച് പോയിക്കൊണ്ടാവും. വലിയൊരു ദുരന്തത്തിൽ ഞങ്ങൾ ചാടാൻ പോകുന്നത്, കുളത്തിൽ നിന്ന് എടുത്തിട്ട് കടലിൽ ചാടണ്ട. അതാണ് എൻ്റെ ഒരു അനുഭവം പഠിപ്പിക്കുന്നത്, അല്ലാതെ ഉണ്ട്. അപ്പോൾ അന്ന് മുതലേ എങ്ങനെയാണ് ജീവിതം? ഈ ഇടയ്ക്ക് ഗാന്ധി ഭവനിലേക്ക് പോയോ? കുറച്ച് ഗാന്ധി ഭവനിൽ ഞാൻ ഇടയ്ക്കൊരു അനാഥത്വം ഫീൽ ചെയ്തു. കാര്യം ഇവിടെ ഒരു സുരക്ഷിതമല്ലെന്നൊരു തോന്നുന്നുണ്ട് ഈ വലിയ ശാലയിൽ. എന്താ സുരക്ഷിതമല്ല? ഒറ്റയ്ക്കുള്ള ജീവിതം സിനിമയിലായിരുന്നോ ആ സമയത്തൊക്കെ? കുറവാണ്. ഈ ക്യാൻസർ ആയതിനു ശേഷം സിനിമ പാടയം കുറഞ്ഞല്ലോ. ഇനി ക്യാൻസറായി ഇയാളെ എന്തിനാണ് വിളിക്കുന്നത്, അയാൾ പരിക്കോ ചത്തുപോയാൽ അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയും, എങ്ങനെ സംശയിക്കുന്നവരുടെ ഇഡലി എന്നിട്ട് ഞാൻ പോകത്തുള്ളൂ എന്ന് പറയും. ഞാനെക്കുറിച്ച് നല്ല ധൈര്യമാണ്. അങ്ങനെ ഞാൻ കവിതയൊക്കെ എഴുതിയുള്ളൂ. ഞാൻ നാളെ ഒറ്റപ്പെട്ടു വരെന്ത് ചെയ്യണമെന്ന് ഒരു വൈറലായ ഒരു കവിതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുണ്ടായപ്പോൾ ഞാൻ കുറച്ച് നാൾ അവിടെ പോയി. അവിടെയായിട്ട് ഞാൻ നല്ല ബന്ധമാണ് ഗാന്ധി ഭവനുമായിട്ട്. അവിടെ കുറച്ച് നാൾ കിടന്നപ്പം എനിക്ക് തോന്നി അതൊരു അവിടുത്തെ ജീവിതം എങ്ങനെയായിരുന്നു? അവിടുത്തെ നമുക്ക് തന്നെ ചെയ്യാമല്ലോ, അല്ല ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലായിരുന്നില്ല. അല്ല, അവിടെ എനിക്കൊരു മുറി തന്നവർ, തുളസീസ് റൂം എന്നും പറയുന്ന റൂമൊക്കെ തന്ന്. ജനാർദ്ദനേട്ടൻ്റെ സഹോദരി അവിടെ ഉണ്ട്, ആ സമയത്ത് പാലാ തങ്കമുണ്ട്. അങ്ങനെ ഒരു പ്രസിദ്ധരായ ഒരു MLA ഒക്കെ ഒന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ജയചന്ദ്രൻ്റെ പിതാവ്. അവിടെ അതെ. അവിടെ ചെന്നപ്പോൾ നമ്മൾ ഞാനിലെ സെലിബ്രിറ്റി ആയിരുന്നു അറിയപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഇച്ചിരി തമാശയൊക്കെ പറയുന്നുണ്ട്. എല്ലാവരുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിലേ. അവിടെ ഓരോ കഥകളും കേൾക്കുമ്പോൾ ഞാനിവിടെ കിടക്കുന്നത് എന്തിനാന്ന് എനിക്ക് ആലോചിക്കും. ഇവരൊക്കെ അല്ലേ കിടക്കേണ്ടത് എന്ന് തോന്നുന്നുണ്ടായി. നിങ്ങളെന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നത്? നിങ്ങൾക്ക് കാശുണ്ടല്ലോ, എന്നാൽ ഭരതധാരണ കഴിഞ്ഞു. ശരി, എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്, വേറെ സ്വത്തൊന്നുമില്ല, ഒരു വീടുണ്ട്. ഉള്ള കാശ് കുറേ നാട്ടുകാർ പറ്റിച്ചുകൊണ്ട് പോവുകയും ചെയ്തു, സഹോദരങ്ങളും എല്ലാവരും പറ്റിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീറോ ആയിരിക്കുന്നതാണ് നല്ലത്. സീറോ ആയിരുന്നാൽ പിന്നെ എപ്പോഴെങ്കിലും ഹീറോ ആകാം. അപ്പോൾ സീറോ ആയിട്ടിരിക്കുക, അപ്പോൾ അത് നല്ല സുഖം, അതിൻ്റെ സുഖം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഗാന്ധി ഭവനിൽ എത്ര 6 മാസത്തോളം താമസിച്ചു? 6 മാസത്തോളം താമസിച്ചു. എന്നെ അവിടുത്തെ റൊട്ടീൻ എന്നാ? അവിടുത്തെ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരുമിച്ച് കൂടും അങ്ങനൊന്നും ഇല്ല. ഓരോരുത്തരും അവിടെ എല്ലാ ദിവസവും കൂടുമല്ലോ. ഇവിടെ ഓഡിറ്റോറിയം എല്ലാ ദിവസവും ആൾക്കാർ വരും. അവിടെ ആരെങ്കിലും ആഹാരം സ്പോൺസർ ചെയ്യുന്നവരോ മറ്റേ എന്തെങ്കിലും സ്പോൺസർ ചെയ്യുന്നവരോ അവിടെ വരുന്നുണ്ട്. അവരവിടെ യോഗം വിളിച്ചു കൂട്ടും, അവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയും. ഇവർ അന്തേവാസികളെല്ലാം വിളിച്ചിരുത്തും. ഓരോരുത്തരുടെ അനുഭവം പറയുമ്പോൾ തൻ്റെ അനുഭവം വെച്ച് അതിന് ചെറുതെന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. അപ്പോൾ അതൊരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ്ങും ഇത് അവർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം പിന്നെ വല്ലപ്പോഴൊക്കെ ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോകും, സോമരാജിൻ്റെ കൂടെ പോകും. അങ്ങനെ സന്തോഷകരമായ മുഹൂർത്തമായിരുന്നു. എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുക. ഈ ഐഡിയലായിട്ട് കഴിയുന്നതിനെ ഭേദിക്കും. ഓരോരുത്തർ ദുഃഖങ്ങൾ കേൾക്കുകയും അതിന് നമ്മളൊരു ആശ്വാസം പറയുകയും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇവരിത്ര ദുഃഖം ഇല്ലല്ലോ എനിക്ക് എന്നൊരു തോന്നൽ നമുക്കുണ്ടായി. ഈ TP മാധവൻ അവിടെ ചെന്നപ്പെട്ട സാഹചര്യം എങ്ങനെയാണ്? ദീർഘകാലം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്. അത് TP മാധവൻ്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കിയത് ഭാര്യയും മകളും ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ടയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ചെയ്തപ്പോഴത്തേക്ക്
മറ്റു മാർഗ്ഗമില്ലാതെ ഒരു അഭയകേന്ദ്രം കണ്ടുപിടിച്ചതായിരിക്കണം എന്നും എനിക്ക് അതിൻ്റെ ചരിത്രം എനിക്കറിയില്ല. എന്തായാലും അവിടെ വെച്ച് അങ്ങനെ അവിടെ ചെന്ന മനുഷ്യൻ വളരെ എന്താണ് സുഭിക്ഷനായിരുന്നു. ഈ സോമരാജൻ്റെ കൂടെ എല്ലായിടത്തും യാത്ര ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവസാനം അതും യവനയ്ക്കുള്ളിൽ മറഞ്ഞു. അവിടെ നിന്ന് മടങ്ങിപ്പോരാൻ തീരുമാനിച്ച എന്നാ പിന്നെ ഗാന്ധി ഭവനിൽ അല്ല, ഞാൻ അവിടെ സ്ഥിരം ഇതിനല്ല പോയിരുന്നത്. അവിടെ പോയി കുറച്ചാൾ നിൽക്കാം. എനിക്കൊരു ഇത് അവിടെ പിന്നെ എനിക്ക് വിടാൻ പലതും അറിയണ്ടേ. ജോലിക്ക് ആളെ വെക്കണം, ജോലിക്കാരെ വേണം. അവിടെ പോയി 6 മാസം നിന്നു, അത്രയേ ഉള്ളൂ. അതിനകത്തൊരു ഉദ്ദേശമൊന്നുമില്ല. ഇപ്പം ഒറ്റയ്ക്കാണോ അതോ ആരെങ്കിലുണ്ടോ വീട്ടിൽ? എന്നെ നോക്കാനൊരു കുട്ടിയുണ്ട്, ഒരു ദത്തുപുത്രി എന്ന് പറയുന്നത്. അതെങ്ങനെയാ? അത് ഒരു ആരുമില്ലാത്തൊരു അനാഥ കുട്ടിയാണ്. ആരുമില്ല, വീടില്ല, വീട്ടുകാരില്ല. അങ്ങനെ ഒരു കുട്ടി ഒരു ആശ്രമത്തിൽ പോയപ്പോൾ അവിടെ ഒരു അഭയം തേടി വന്നൊരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കൊരാളെ വേണമെന്ന്. ഈ കുട്ടിയെ പറ്റായിരുന്നു എൻ്റെ കൂടെ വന്ന് അത് വിളിച്ചു. ഇന്നിപ്പോൾ 6-7 വർഷമായി. അത് എന്നെ പൊന്നുപോലെ നോക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പൊന്നുപോലെ എന്നെ നോക്കുന്നത്. ഞാനതിലെ കൈവെള്ളയിലെ കൊണ്ട് കിടക്കുന്നത്. കാര്യം ഇപ്പോൾ എനിക്കതിനെ കിട്ടിയത് വലിയ ആശ്വാസമാണ്. ഞാൻ രോഗിയായിട്ട് ഓരോ ദിവസവും ഞാൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് എനിക്കൊരു ആശ്വാസമാണ്. അതുകൊണ്ട് ഞാനും അവർക്കൊരു കരുതലൊക്കെ കരുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുക. ഒരുപക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആ കുട്ടിയുടെ ഒന്നും ദോഷങ്ങൾ വരാൻ പാടില്ലെന്നുള്ള രീതിയിൽ കൂടെ അവർക്ക് ഞാനൊരു കാര്യമില്ല, ആരുമില്ല. അല്ലെങ്കിൽ ഈ അനാഥരെയൊക്കെ ആർക്ക് വേണം? സ്വത്തും പണവും ഉണ്ടെങ്കിൽ 100 പേര്, ഇല്ലാത്തവരെ പിന്നെ ആർക്കാണ് വേണ്ടത്? എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള അവർക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവർക്ക് പിന്നെ വേണ്ട. സ്വത്തുക്കൾക്ക് എന്ത് സംഭവിച്ചു? സ്വത്തുക്കളെന്നായിട്ട് എനിക്കില്ലെങ്കിൽ ഈ വീട് മാത്രമേ ഉള്ളൂ. അല്ല, ബാക്കി സഹോദരങ്ങൾ പറ്റിച്ചെന്ന് പറഞ്ഞു? പറ്റിച്ചെന്ന് പറഞ്ഞല്ല, ഞാൻ കൊടുത്തതാണ്, ഞാൻ അറിഞ്ഞു കൊടുത്തതാണ്. അപ്പം അവരൊക്കെ അത് മേടിച്ചിട്ട് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു. അവരൊക്കെ എന്നെ വയസ്സുകാരിൽ നോക്കും. ഞാൻ ഒറ്റപ്പെട്ട് കഴിയില്ല. അവരെന്നെ വയസ്സുകാരിൽ നോക്കും. എൻ്റെ സംരക്ഷണം അവരെടുക്കും. അതുണ്ടായില്ല. ആ പ്രതീക്ഷ ഉണ്ടായില്ല. അതിൽ ഞാൻ ഒരു പാഠം പഠിച്ചു. യാതൊരു മനുഷ്യനെ സഹായിക്കരുത്, അല്ലെങ്കിൽ എറിഞ്ഞു കൊടുത്തേക്കണം, പിന്നെ തിരിച്ചെടുക്കരുത്. അത് ദുഃഖിക്കേണ്ടി വരും. നമ്മൾ സഹായിച്ചിടവും കൂടെ ഉണ്ടല്ലോ. പ്രതീക്ഷിക്കുമ്പോഴാണല്ലോ ദുഃഖം. അതിൽ ഈ മോഹമാണ് എല്ലാ ദുഃഖത്തിൻ്റെയും കാരണമെന്ന് പണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. അതും കൊടുത്തേക്കണം, വിട്ടു കൊടുത്തേക്കണം. മക്കളെ വളർത്തുന്നത് ഇപ്പോൾ ഇവിടുത്തെ പുതിയ തലമുറ എന്താ? ഇന്നലെ കണ്ട ഒരുത്തനുമായിട്ട് ഓടി പോകുന്ന മകള് അല്ലെ മകന്, ഇതൊക്കെ ഇത് നടക്കുന്നത്. അച്ഛനെ അമ്മയെ പെട്ടെന്ന് മറക്കില്ല. അതുകൊണ്ട് അവരെ പഠിപ്പിക്കുക, പിന്നെ അവനവൻ്റെ കാര്യം നോക്കുക. ഈ നമ്മളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്തവരെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കരുത്. എൻ്റെ വാക്കല്ല, ശ്രീകൃഷ്ണൻ അർജുനെ ഉപദേശിച്ചു കൊടുത്തു. നീ ഇതിനെ അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത്? നിന്നെക്കുറിച്ച് അവർക്ക് യാതൊരു ദുഃഖമില്ല. അതുകൊണ്ട് നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്ത അവരെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കേണ്ട. വലിയ മഹത്വം. ഞാനത് ജീവിതത്തിൽ കേട്ട് പഠിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്തൊരു വലിയൊരു സന്ദേശമാണ്. ഈ ക്യാൻസർ പൂർണ്ണമായി മാറിയോ? അത് പറയും, ക്യാൻസർ അങ്ങനെ പൂർണ്ണമായിട്ട് മാറില്ലെന്നാണ് പറയുന്നത്. ആണോ? അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട്? ഇല്ല, ഞാനൊരു ചെക്കപ്പ് വർഷത്തിൽ 2 വട്ടം ചെക്കപ്പ് ചെയ്യണം. എവിടെയെങ്കിലും അംശം ഉണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കുക, അപ്പോൾ തന്നെ മരുന്ന് തരും. എനിക്കിതുവരെ പിന്നെ തല പൊക്കിയിട്ടില്ല. കാരണം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ്. താങ്ങാൻ ആളുണ്ടെങ്കിലല്ല തളരത്തുള്ളൂ. എനിക്ക് താങ്ങാൻ ആളില്ലെന്നറിയാമോ. ഞാൻ തന്നെ എന്നെ താങ്ങിയാണ് ജീവിക്കുന്നത്. എന്താണ് ശ്രദ്ധ? ഭക്ഷണത്തിലോ? ഭക്ഷണത്തിൽ, വ്യായാമം ചെയ്യുന്നതിൽ നടക്കുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് മ്യൂസിയത്തിൽ പോയി നടന്ന് കുറേ യോഗ ചെയ്ത്. മ്യൂസിയത്തിൽ പോകും? ആ, മ്യൂസിയത്തിൻ്റെ ഓപ്പോസിറ്റ് ലക്ഷ്മി പാർക്ക്. അവിടെ കുറേ പാർക്കിൽ കുറച്ച് മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ട് സുഖമായിട്ട് പോകും. മ്യൂസിയത്തിലേക്കുള്ള വണ്ടിക്ക് തന്നെ വണ്ടി? സ്കൂട്ടർ അവിടെ കൊണ്ട് വെക്കും, ഉപയോഗിക്കും, നടക്കും. ഭക്ഷണക്രമം എങ്ങനെയാണ്? ഭക്ഷണക്രമം രാവിലെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും, ഒരു 2 ഡരിയോ, ചിലപ്പോൾ അതും കഴിക്കുന്നില്ല, എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് 1 പിടി ചോറും മീൻ വേണം, നിർബന്ധമായിട്ട് മീൻ വേണം. അതിൻ്റെ ഇച്ചിരി പച്ചക്കറികൾ കാണും. രാത്രി ഇതുപോലെ 2 ചപ്പാത്തിയോ, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇടത്തീറ്റൊന്നുമില്ല. ഇടയ്ക്കുള്ള ഇടപാട്, ചായ കുടി പരിപാടി, കടി ഒന്നുമില്ല. കടിയൊക്കെ പുറത്ത് പോകുമ്പോഴേ ഉള്ളൂ. വീട്ടിൽ ആകുമ്പോൾ അതൊന്നും മാറ്റി വെച്ചിരിക്കുക. ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ഈ ദത്തുപുത്രിക്ക് അറിയാമോ? അവർക്ക് നല്ലോണം പാചകം ചെയ്യും. നല്ലവണ്ണം പാചകം ചെയ്യും. അതാണ് എൻ്റെ ഒരു ഭാഗ്യം. രുചികരമായി വെച്ച് തരും. മടിയില്ല. അവർക്കും കഴിക്കാമല്ലോ, അവർക്കത് കഴിക്കാമല്ലോ. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നല്ല വൃത്തിയായ ഭക്ഷണം വെച്ച് തരും, തൃപ്തിയായിട്ട് വെച്ച് തരും, നല്ല ആസ്വാദ്യകരമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഈ ദത്തുപുത്രി എന്ന് പറഞ്ഞാൽ ലീഗലി അങ്ങനെ ആക്കിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവർക്ക് ശമ്പളമൊന്നും ഉണ്ടോ? ഇല്ല, ശമ്പളമൊന്നുമില്ല. ഇല്ല. റേഷൻ കാർഡ് എടുത്ത് എൻ്റെ വീട്ടിൽ ആശ്രതയിൽ നിന്ന് റേഷൻ കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാം, അവർക്കൊരു കരുതൽ ധനവും ഞാൻ നോക്കിയിട്ടുണ്ട്. അതേ ഉള്ളൂ. നാളെ
ഞാൻ ഏത് സമയം വേണമെങ്കിലും മരിക്കാമല്ലോ. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും മരിച്ചാൽ അത് അവർക്ക് കിട്ടും. അവരാണ് എനിക്ക് മുമ്പേ പോകുന്നെങ്കിൽ അത് എനിക്കും കിട്ടും. നാട്ടുകാർ കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആവശ്യമില്ല. ആ, അവർക്ക് എത്ര വയസ്സായി ഇപ്പോൾ? 50 വയസ്സാകും. അസുഖമൊന്നുമില്ല അങ്ങനെ കാര്യമായി? ഇടയ്ക്കൊക്കെ ഞാൻ പ്രായമായി വരുന്നവരുള്ള അസുഖങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അതൊക്കെ അപ്പം തന്നെ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിക്കും, ചികിത്സിക്കും, അങ്ങനെ പോവുക.